നല്ല റോഡും പാലവും കെട്ടിടങ്ങളും നിർമ്മിക്കുക എന്നത് മാത്രമല്ല, ക്ഷേമപ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികമായ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ്. എന്നാൽ വികസനവും ക്ഷേമത്തോടൊപ്പം നാം സമൂഹത്തെ അഡ്രസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സാംസ്കാരിക മേഖല. നമ്മുടെ നാടിനെ വളർത്തിയ മഹാരഥന്മാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തും. ആ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത ഈ ഒരു തീരുമാനത്തെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നേതൃത്വം കൊടുത്ത മേയർ ആര്യയെയും കൗൺസിലറെയും ഭരണസമിതിയെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാനിത് നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഒരുപാട് വിശദമായ പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. ഒരു പക്ഷേ ഇവിടെ ഒരു കോർപ്പറേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഈ കോർപ്പറേഷൻ കാണിച്ചിരിക്കുന്നു. കോർപ്പറേഷന്റെ ഒരുപാട് ചടങ്ങുകളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിലും മന്ത്രി എന്ന നിലയിൽ ഈ കോർപ്പറേഷന്റെ പരിധി ധാരാളം പരിപാടികളിൽ ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ പങ്കെടുത്തു. അഭൂതപൂർവമായ മാറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായ ഒരു സുസ്ഥിരമായ വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. യുണൈറ്റഡ് നേഷന്റെ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് ഒരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ 5 നഗരങ്ങൾക്ക് ലഭിച്ച ഒരു അവാർഡ് ഈ രാജ്യത്തെ ഏക കോർപ്പറേഷന് ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയതിന്റെ ഭാഗമായിട്ടുള്ള അഭിനന്ദനം പ്രത്യേകമായി അറിയിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭരണാധികാരികളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ ലോകത്തിന്റെ മുമ്പിൽ തിരുവനന്തപുരം നഗരം ഇന്ന് ഉയർന്നു നിൽക്കുന്നു എന്നതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് പുരസ്കാരം, മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി, ആർദ്രം കേരള പുരസ്കാരം, വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന വയോസേവന പുരസ്കാരം, മികച്ച സെപ്റ്റേജ് ശേഖരണ സംസ്കരണ സംവിധാനത്തിന്, മികച്ച കുടിവെള്ള വിതരണ സംവിധാനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഹഡ്കോ അവാർഡ്, ഇതെല്ലാം നേടിയ കേരളത്തിലെ കോർപ്പറേഷനുകൾ നമ്പർ 1 ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഞാനിവിടെ നിങ്ങളുടെ മേയറുടെ പ്രസംഗം ശ്രദ്ധിക്കുകയാണ്. ആ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇവിടെ മേയറുടെ നേതൃത്വത്തിൽ 11 മേഖലകളായി നടത്തുന്ന അദാലത്താണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നത് ചെറിയ കാര്യമല്ല. കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. ഞാൻ മന്ത്രി എന്നതിൽ കേരളത്തിന്റെ 47 തീരദേശ മണ്ഡലങ്ങളിൽ നേരിട്ട് പോയി അദാലത്ത് നടത്തി. നമ്മൾ ഈ അദാലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യന്റെ മുഖം, യഥാർത്ഥ മനുഷ്യന്റെ വേദന കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു ഫയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഇന്ന് കേരളത്തിൽ ഒരു ഫയൽ തീർപ്പാക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്ന് ഞങ്ങളത് പരിശോധിക്കുമ്പോൾ പോലും 1000കണക്കിന് 10000കണക്കിന് ഫയലുകളാണ്, നടപടികൾ കാത്തു കിടക്കും. നമ്മുടെ സംവിധാനത്തിന്റെ പ്രശ്നം അതാണ്. 2 വർഷം 3 വർഷം 4 വർഷം 10 വർഷമായി പരിഹരിക്കപ്പെടാൻ കഴിയാത്ത 10000കണക്കിന് ഫയലുകൾ ഒരു അദാലത്തിലൂടെ തീർപ്പാക്കാൻ ചെല്ലുമ്പോൾ എത്ര വലിയ മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ് ഈ സാധാരണ മനുഷ്യനുമായി ജനപ്രതിനിധി നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കോർപ്പറേഷൻ നഗരസഭ എന്ന നിലയിൽ ഈ 11 മേഖലകളിലായി ഒരു മേയർ
ജനപ്രതിനിധികൾ നേരിട്ട് പങ്കെടുത്ത് ആയിരക്കണക്കിന് ഫയലുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങളെ തട്ടി ഉണർത്തി ശാശ്വതമായ പരിഹാരം കാണുന്ന കേരളത്തിലെ അപൂർവം കോർപ്പറേഷനിൽ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. അതിന് വീണ്ടും നിങ്ങളെ അഭിനന്ദിക്കുക. അപ്പൊ അഭിനന്ദനത്തിന്റെ ഒരുപാട് പൂച്ചെണ്ടുകൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ചോദിച്ചു, എന്താ ഈ നോട്ടീസിൽ പേര് വെച്ചതിൽ ഭൂരിപക്ഷവും വരാനെന്ന്. അപ്പോ സാധാരണ ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രതിഷേധം പറയുകയല്ല, നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വരണം. ബഹുമാനപ്പെട്ട MLA എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ അതുപോലെ ആയിരിക്കാം, എല്ലാവർക്കും ഓരോ പരിപാടികൾ കാണാം. പക്ഷേ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വ്യക്തിത്വമുള്ള ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നാമധേയത്തിലൊരു പ്രതിമ ഉണ്ണി ഇവിടെ നിർമ്മിക്കുന്നു, അത് അനാച്ഛാദനം ചെയ്യണമെന്ന് എന്നോട് പറയുമ്പോൾ രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ആരാണ്? എത്രയോ ചെറുതാണ്. വെറും ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ല, ഒരു പച്ചയായ മനുഷ്യൻ. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ മതനിരപേക്ഷതയുടെ കടയ്ക്കൽ കത്തിവെക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു അബ്ദുൽ കലാം എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന 2 പ്രാവശ്യം ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം പങ്കെടുക്കേണ്ടതാണ്. ഈ പ്രതിമയ്ക്കൊരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം? ബഹുമാന്യായ മേയർ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ നാടിനോട് പറഞ്ഞ വാചകങ്ങൾ എല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രതിമ. വിദ്യാഭ്യാസത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്തൊരു പേപ്പറാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്ത സ്വഭാവമാണ്, നിങ്ങളുടെ ബിഹേവിയറാണ്, ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. നിങ്ങൾ പഠിച്ച ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ വിദ്യാഭ്യാസമല്ല എന്ന് ഈ ലോകത്തോട് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്വപ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ചെറിയ സ്വപ്നങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്, അത് കുറ്റകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണം, ചെറുതല്ല വലിയ സ്വപ്നങ്ങൾ. ആ വലിയ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, ആ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ജീവിതത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സന്ദർഭങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഈ ISROയുടെ സയന്റിസ്റ്റ് എന്ന നിലയിൽ ഇവിടെ ബഹുമാനായ നമ്മുടെ വിക്രമൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ ചെറിയ വഴികളിലൂടെ നടന്ന് ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് എത്തി ഈ ലോകത്തിന്റെ മുമ്പിൽ നെറുകയിൽ ഈ രാജ്യത്തിന് വേണ്ടി എത്രയോ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, ഒരുപക്ഷെ നമ്മളെല്ലാം ഇന്ന് ആശ്രയിക്കുന്ന ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ സംഭാവന ചെയ്ത ഈ മഹാനായ മനുഷ്യനെ ഓർക്കാൻ ഈ തിരുവനന്തപുരം നഗരസഭ കാണിച്ച, കോർപ്പറേഷൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, ആ വലിയ മനസ്സെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന, അബ്ദുൽ കലാമിനെ സ്നേഹിക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനസ്സാണ്. ആര്യ രാജേന്ദ്രനെയും വിക്രമിനെയും ഞാൻ വീണ്ടും ആ കാര്യത്തിൽ അഭിമാനത്തോടെ ആദരവോടെ ബഹുമാനം അറിയിക്കുകയാണ്. ഇതിലൊരു ലൈബ്രറി വെച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? 10,000-ഓളം ലൈബ്രറി ഉണ്ട് കേരളത്തിൽ, വായനശാലകൾ. വായന കുറഞ്ഞത് കൊണ്ടല്ല, വായന നല്ലതുപോലെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ വായനയിലൂടെ ലഭിക്കുന്ന അറിവുകൾ, ജ്ഞാനങ്ങളെ തെറ്റായി ആഖ്യാനിച്ചുകൊണ്ട് പുതിയ ആശയഗതികൾ സമൂഹത്തിൽ വിളമ്പുന്ന ഒരു കാലമാണിത്. സിനിമയുടെ മന്ത്രിയാണ് ഞാൻ. സിനിമ ഇറങ്ങിയാൽ പോലും സിനിമയുടെ പേരിനെ ചൊല്ലി വിവാദമുണ്ടാകുന്ന ഒരു കാലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന് മുമ്പും ഇതേ പേരിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടാകാം.
ഇതിനു മുമ്പും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി പല നിർമ്മിതികളും നാട്ടിലുണ്ടായി കാണാം. ഒരുപാട് നാടകങ്ങൾ ഇവിടെ ഉറങ്ങി കാണാം. ഇതെല്ലാം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയ കലാരൂപങ്ങളാണെങ്കിൽ ഇന്ന് അത്തരം ആശയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ വായിക്കണം, നമ്മുടെ സ്ത്രീകൾ വായിക്കണം, നമ്മുടെ തലമുറകൾ വായിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ലൈബ്രറി ഇവിടെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വായനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം, മഹാനായ ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രതിമാനാച്ഛാദനം, സാംസ്കാരിക സമ്മേളനങ്ങൾ, സാമൂഹ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു വേദി. ആര്യോട് ഞാൻ ചോദിച്ചു ഇവിടെ വന്നപ്പോൾ ഇതിന് മുകളിലൊരു റൂഫ് അപ്പോൾ പറഞ്ഞ് റെഡിയാകാൻ പോവുകയാണ്. നമ്മളെക്കാൾ മുമ്പേ അവരത് ചെയ്യുന്നതിന് മുൻകൈ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരമൊരു നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് ഒത്തുകൂടാൻ നമുക്ക് കഴിയണം. എന്താണ് കേരളത്തിന്റെ പ്രശ്നം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടങ്ങളില്ല. രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇടങ്ങളില്ല. ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇടങ്ങളില്ലാത്ത ഒറ്റപ്പെടലിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പഴയ കൂട്ടായ്മകളെല്ലാം നശിച്ചുപോയി. പരസ്പര ബന്ധങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. വിദ്വേഷത്തിന്റെയും